പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ആഗസ്റ്റ് 26. പ്രധാന വാർത്തകൾ. ജന്മാഷ്ടമി പ്രമാണിച്ച് ഇന്ന് അവധിയായിരിക്കുമെന്ന് മസ്കത്ത് ഇന്ത്യൻ എംബസി അറിയിച്ചു. കോൺസുലർ സേവനങ്ങൾക്കും കമ്മ്യൂണിറ്റി വെൽഫെയർ സേവനങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ത്യൻ എംബസിയുടെ ഹെൽപ്പ് ലൈൻ സേവനം 24 മണിക്കൂറും ലഭ്യമാകും. രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ ഇന്നലെയും മഴ തുടർന്നു. രാവിലെ മുതൽ ആരംഭിച്ച മഴ വൈകുന്നേരവും തുടർന്നു. മഴ പെയ്ത സ്ഥലങ്ങളിൽ താപനില താഴുകയും ചെയ്തു. കനത്ത കാറ്റിന്റെയും ഇടിയുടെയും അകമ്പടിയോടെയായിരുന്നു മഴ. ഇബ്രി, ദങ്ക്, നിസ്വ, ബുറൈമി, അൽ ഖാമിൽ, അൽ വാഫി, മുദൈബി, ബഹ്ല, ബിദിയ, വാദി അൽ ജിസി, യങ്കൽ, ഇബ്ര എന്നിവിടങ്ങളിലാണ് സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി വിവിധയിടങ്ങളിൽ മഴ പെയ്തിരുന്നു. വരും ദിവസങ്ങളിലും ഭാഗികമായി മഴ ലഭിക്കും. എന്നാൽ തലസ്ഥാനം ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെയും പകലിൽ കനത്ത ചൂട് അനുഭവപ്പെട്ടു. വിനോദസഞ്ചാരികൾക്ക് വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനും സേവനങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും മത്രയിൽ ആരംഭിച്ച ടൂറിസ്റ്റ് ഗൈഡൻസ് സെന്റർ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവർ വർദ്ധിച്ചു. ഈ വർഷം ജനുവരിയിൽ ആരംഭിച്ച ഗൈഡൻസ് സെന്ററിൽ ഇതിനോടകം 6000-ൽ പരം സഞ്ചാരികളെത്തിയതായി സൂപ്പർവൈസർ ഹന ബിൻത് സാലിം അൽ ബഹ്റാനി പറഞ്ഞു. ബ്രോഷറുകൾ, ലീഫ്ലെറ്റുകൾ, ഗൈഡ് കാർഡുകൾ, മേപ്പുകൾ തുടങ്ങിയവ ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. മത്ര കോർണിഷിൽ കടൽ തീരത്തോട് ചേർന്നാണ് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം ഗൈഡൻസ് സെന്റർ ആരംഭിച്ചത്. സഞ്ചാരികൾക്ക് ആവശ്യമാകുന്ന സേവനങ്ങളെല്ലാം സെന്റർ ലഭ്യമാക്കി വരുന്നുണ്ട്. ഒമാനിലെ പൈതൃക കേന്ദ്രങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ഡെസ്റ്റിനേഷനുകൾ എന്നിവയെക്കുറിച്ചെല്ലാം ഇവിടെ നിന്നും വിവരങ്ങൾ ലഭിക്കും. വേനലവധിക്ക് ശേഷം രാജ്യത്തെ സ്വദേശി വിദേശി സ്കൂളുകൾ പൂർണ്ണമായും ആരംഭിച്ചതോടെ നിരത്തുകളിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ അധികൃതർ സുരക്ഷാ നിർദ്ദേശങ്ങളുമായി റോയൽ ഒമാൻ പോലീസ് രംഗത്തെത്തി. ബസ് ഡ്രൈവർമാർക്കും ജീവനക്കാർക്കും സ്കൂൾ അധികൃതർക്കും സുരക്ഷാ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്ന നിർദ്ദേശവും അധികൃതർ നൽകി. ഡ്രൈവർമാർ ക്ഷമയോടെ വാഹനമോടിക്കണമെന്നും റോഡുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ഗതാഗത നിയമങ്ങൾ പാലിക്കണമെന്നും ROP ട്രാഫിക് ഡയറക്ടർ ജനറൽ മേജർ അൽ ഹാരിസ് മൂസ അൽ കിന്ദി പറഞ്ഞു. രാവിലെയും ഉച്ചയ്ക്കും നിരത്തുകളിൽ നിരവധി സ്കൂൾ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് നിർദ്ദേശങ്ങളുമായി റോയൽ ഒമാൻ പോലീസും നിരത്തുകളിലുണ്ട്. ബസ് ഇറങ്ങി വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിലും ക്ലാസ് കഴിഞ്ഞ് തിരികെ ബസ്സുകളിലേക്കും എത്തിക്കുന്നതിന് പ്രത്യേകം ജീവനക്കാരെ ഇന്ത്യൻ സ്കൂളുകളും നിർണയിച്ചിട്ടുണ്ട്. ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ തങ്ങളുടെ വിമാനങ്ങളുടെ ശ്രേണിയിലേക്ക് പുതിയ ഡ്രീം ലൈനർ സ്വന്തമാക്കി. ബോയിങ് B787 എയർക്രാഫ്റ്റാണ് പുതുതായി വാങ്ങിയത്. ഈ വർഷം 3 ബോയിങ് B787 വിമാനങ്ങൾ സ്വന്തമാക്കുമെന്ന് കമ്പനി നേരത്തെ അറിയിച്ചിരുന്നു. ഏറ്റവും നൂതനമായ രൂപകൽപ്പനയും ഇന്ധനക്ഷമതയും വിശാലമായ ക്യാബിനുകളും വലിയ വിൻഡോകളും ഉൾപ്പെടെ നിരവധി പ്രത്യേകതകളുള്ളതാണ് ബോയിങ് B787 ഡ്രീം ലൈനറുകൾ. 2027ഓടെ ഒമാൻ എയർ 8 പുതിയ വിമാനങ്ങൾ കൂടി സ്വന്തമാക്കുമെന്നും കമ്പനി അറിയിച്ചു. സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച വയനാട്ടിലെ ദുരിതബാധിതരെ ചേർത്തുപിടിക്കാൻ ഒയാസിസ് ബാഡ്മിൻ്റൺ അക്കാദമി ടീം അസൈബയുമായി ചേർന്ന് സംഘടിപ്പിച്ച ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൽ പങ്കാളികളായത് 100 കണക്കിന് ആളുകൾ. മെൻസ് ഡബിൾസ് A, B, പ്രീമിയർ വിമൻസ് ഡബിൾസ്, മിക്സഡ് ഡബിൾസ്, വെറ്ററൻ ഡബിൾസ് എന്നീ വിഭാഗങ്ങളിലാണ് മത്സരം നടന്നത്. രാവിലെ നടന്ന ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് ടീം അസൈബ പ്രസിഡന്റ് ബിപിൻ പാറാട്ടിന്റെ അധ്യക്ഷതയിൽ മലയാളം മിഷൻ ഒമാൻ ചാപ്റ്റർ പ്രസിഡന്റ് സുനിൽ കുമാർ KK, സാമൂഹിക പ്രവർത്തകർ റിയാസ് അമ്പലവൻ, ഒയാസിസ് ബാഡ്മിൻ്റൺ അക്കാദമി ചെയർമാൻ യോഗേന്ദ്ര ഖത്യാർ, മസ്കത്ത് ബാഡ്മിൻ്റൺ ക്ലബ് ചെയർമാൻ മുഹമ്മദ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ടീം അസൈബ സെക്രട്ടറി ജഗദീഷ് കി സ്വാഗതം പറഞ്ഞു. ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതിനുള്ള പ്രവേശന ഫീസായ 5 റിയാൽ, ടൂർണമെന്റ് വീക്ഷിക്കാനെത്തുന്നവർ നൽകിയ സമ്മാന കൂപ്പണുകൾ എന്നിവ ഉൾപ്പെടെ ടൂർണമെന്റിൽ നിന്നും ലഭിച്ച മുഴുവൻ ആദായവും ദുരിതബാധിതർക്ക് നൽകും. ഒമാനിൽ സ്വദേശി സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നു. സ്കൂളുകൾ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി 1269 സ്കൂളുകളിലായി 61,195 അധ്യാപകർ സ്കൂളുകളിലെത്തും. 87.6% അധ്യാപകർ സ്വദേശികളാണ്. 4,306 പുരുഷന്മാരും 6,346 വനിതകളുമാണ് അധ്യാപന ജോലി ചെയ്യുന്നതെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. അഡ്മിനിസ്ട്രേഷൻ, ടെക്നീഷ്യൻ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നത് 10,000-ലധികം പേരാണ്.
അതേസമയം രാജ്യത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ 16 പുതിയ സ്കൂൾ കെട്ടിടങ്ങളാണ് പുതിയ അധ്യയന വർഷം പ്രവർത്തനം ആരംഭിക്കുന്നത്. 15 സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 20 സ്കൂളുകൾക്കായുള്ള ടെൻഡർ നടപടികളും ആരംഭിച്ചതായും പ്രൊജക്ട് ആൻഡ് സർവീസ് ഡയറക്ടർ ജനറൽ ഖാമിസ് അൽ ഹദീദി പറഞ്ഞു. 800 പുതിയ സ്കൂൾ വാഹനങ്ങൾക്കായുള്ള തുക അനുവദിച്ചതായും അദ്ദേഹം പറഞ്ഞു. പുതിയ അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതേസമയം നിരത്തുകളിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയവും റോയൽ ഒമാൻ പോലീസും സുരക്ഷാ നിർദ്ദേശങ്ങളുമായി രംഗത്തെത്തി. ബസ് ഡ്രൈവർമാരും ജീവനക്കാരും സ്കൂൾ അധികൃതരും സുരക്ഷാ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. മസ്കത്ത് ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് സംഘടിപ്പിച്ചു. എംബസി ഹാളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 ആരംഭിച്ച ഓപ്പൺ ഹൗസ് വൈകുന്നേരം 4 മണി വരെ തുടർന്നു. ഇന്ത്യൻ അംബാസഡർ അമിത് നാരംഗും മറ്റ് എംബസി ഉദ്യോഗസ്ഥരും സന്നിധരായിരുന്നു. എംബസിയുടെ സഹായം ആവശ്യമായ നിരവധി വിഷയങ്ങൾ ഉണർത്തി വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇന്ത്യക്കാരായ നിരവധി പ്രവാസികൾ ഓപ്പൺ ഹൗസിൽ പങ്കെടുത്തു. സാമൂഹിക പ്രവർത്തകരും സന്നിധരായിരുന്നു. ഓപ്പൺ ഹൗസിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് ടെലികോൺഫറൻസ് വഴിയും പരാതികൾ ബോധിപ്പിക്കുന്നതിനും സഹായങ്ങൾ തേടുന്നതിനും എംബസി അധികൃതർ അവസരമൊരുക്കിയിരുന്നു. ലോകകപ്പ് യോഗ്യതയുടെ 2ാം ഘട്ട മത്സരങ്ങൾക്ക് മുന്നോടിയായി ഒമാൻ ടീം ആഭ്യന്തര ക്യാമ്പ് ആരംഭിക്കുന്നു. നാളെ മുതൽ ബൗഷർ സുൽത്താൻ ഖാബു സ്പോർട്സ് കോംപ്ലക്സിൽ ടീം നടത്തുമെന്ന് അസിസ്റ്റന്റ് കോച്ച് അലി അൽ ഖൻബാഷി പറഞ്ഞു. തുടർന്ന് അടുത്ത മാസം 3-ന് ടീം ഇറാഖിലേക്ക് തിരിക്കും. അടുത്ത മാസം 5-ന് ബസ്രയിൽ ഇറാഖിനെതിരെയാണ് ഒമാന്റെ ആദ്യ യോഗ്യതാ മത്സരം. താമസ കെട്ടിടം ഭക്ഷ്യ സ്റ്റോറാക്കിയത് കണ്ടുകെട്ടി മസ്കത്ത് നഗരസഭ. അസൈബയിലെ അപ്പാർട്ട്മെന്റിലാണ് വൃത്തിഹീനമായ സാഹചര്യത്തിൽ വലിയ അളവിൽ ഭക്ഷണം സൂക്ഷിച്ചതായി ഹെൽത്ത് കൺട്രോൾ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ കണ്ടെത്തിയത്. താമസ ആവശ്യങ്ങൾക്കുള്ള കെട്ടിടത്തിൽ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കൽ, കാലപ്പഴക്കം ചെന്നതും ഭക്ഷ്യയോഗ്യമല്ലാത്തതുമായ വസ്തുക്കൾ വിൽപ്പന നടത്തൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തി. ഏകദേശം 450 കിലോഗ്രാം ഭക്ഷണ സാധനങ്ങൾ കണ്ടെത്തിയതായി മസ്കത്ത് നഗരസഭ അറിയിച്ചു. ഇടതൂർന്ന മൂടൽമഞ്ഞും തുടർച്ചയായ ചാറ്റൽ മഴയും സമ്മാനിച്ച് പ്രകൃതിയുടെ അത്ഭുതച്ചെപ്പിനെ സഞ്ചാരികൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ച് ഖരീഫ് കാലം അവസാന ദിനങ്ങളിലേക്ക്. പ്രകൃതി സ്നേഹികളെ ആകർഷിക്കുന്ന കാന്തമാണ് ഈ വസന്തകാലമെങ്കിൽ 3 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും മികച്ച കാലത്തെ അടയാളപ്പെടുത്തിയാണ് ദിനങ്ങൾ കടന്നുപോകുന്നത്. 1950കളെയും 60കളെയും ഓർമ്മിപ്പിച്ച ഖരീഫ് കാലമാണ് ഇത്തവണത്തേതെന്നും ഒമാനി കാലാവസ്ഥാ ഗവേഷകൻ ഹാരിസ് അൽ സൈഫി പറഞ്ഞു. 1996-ന് ശേഷം 28 വർഷത്തിനിടെ അനുഭവപ്പെട്ട ഏറ്റവും മികച്ച ഖരീഫാണ് ഈ വർഷത്തേതെന്നാണ് പ്രകൃതിപരമായ വിവിധ കാരണങ്ങൾ നിരത്തി ഹാരിസ് അൽ സൈഫി വ്യക്തമാക്കുന്നത്. മൂടൽമഞ്ഞ് നിറഞ്ഞ മലകളും പച്ചപുതച്ച സമതലങ്ങളും ഇത്തവണ ഏറെ പ്രത്യേകതകളുള്ളതാണ്. 2022-ലും സമാന കാലാവസ്ഥ അനുഭവപ്പെട്ടിരുന്നുവെങ്കിലും 2024-ന് അതിലും മികച്ചതായി അനുഭവപ്പെട്ടു. റൂവി മലയാളി അസോസിയേഷൻ അടുത്ത മാസം 24-ന് സംഘടിപ്പിക്കുന്ന ഫാമി ഫെസ്റ്റിന്റെ ഫ്രീ പാസ് RMA അംഗം ടിംസി ആലിസ് റോണയ്ക്ക് പ്രസിഡന്റ് ഫൈസൽ ആലുവ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.